ഹായ്, നമസ്കാരം ചേട്ടാ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? മൊത്തത്തിൽ പൊതുവെയുള്ള ചൂട് എങ്ങനെയുണ്ട്? സൂപ്പറാകുന്നുണ്ട്. രാവിലെ 11 മണിയാകുമ്പോഴേക്കും നല്ല ചൂടല്ലേ? അല്ലേ? എല്ലാവരും സിദ്ദീഖപ്പം മുന്നോട്ട് പോയി. വെള്ളക്കുപ്പിയൊക്കെ ഉണ്ടോ എങ്ങനെയുണ്ട് മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ്? എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? ചൂടായി തുടങ്ങി. ചൂട് പിടിച്ചു തുടങ്ങി. എല്ലാവരും കൽപ്പറ്റയിൽ എന്താ സാർ? നമ്മുടെ സിദ്ദീഖ് ഇവിടെ ആണല്ലേ? മൊത്തത്തിൽ സർക്കാരിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തൽ. സർക്കാരിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. നിങ്ങളിപ്പം നമ്മളൊരു റേറ്റിംഗ് കൊടുത്താൽ ഏറ്റവും നല്ലത് കുഴപ്പമില്ല, മോശം ഏറ്റവും മോശം, ഇതിൽ ഏത് തിരഞ്ഞെടുക്കും? സർക്കാരിനെ കുറിച്ച്. പിണറായി സർക്കാർ എന്നെ കാട്ടി കൊണ്ട് പുള്ളിക്കാരൻ എന്താ എനിക്ക് ആം ആദ്മി പാർട്ടിനോടാണ് കൂടുതൽ താല്പര്യം. ഡൽഹിയിലെ അതേ മാറ്റങ്ങൾ ഇവിടെ വരണം. ഇവിടെ ഇപ്പൊ വയനാട് ചുരത്തിൽ എന്നും ബ്ലോക്കാണ്. അപ്പോ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ് ചേട്ടാ. നൈസായിട്ട് മുങ്ങി. നമസ്കാരം ചേട്ടാ. എങ്ങോട്ട് പോകണം രാവിലെ? തിരക്കാണ്. സ്കൂളിലേക്ക് പോവാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ യാത്രക്കാരുണ്ട്. കൽപ്പറ്റ നഗരം ഉണർന്നു വരികയാണ്. നമ്മൾ കൽപ്പറ്റ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒരുപാട് പേര്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയാണ് വോട്ടർമാർ ബൂത്തിലെത്തുന്നത് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ നമുക്ക് അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. ചിലർ കൃത്യമായിട്ട് പറയുന്നില്ല. കൽപ്പറ്റ മണ്ഡലത്തിലാണെങ്കിൽ അവർ കാര്യം പറയും. അവർ റോസാപ്പൂവിൻ്റെ പശ്ചാത്തലത്തിൽ 3-4 സഹോദരങ്ങൾ നിൽപ്പുണ്ട്. ഗുഡ് മോർണിംഗ്. എവിടെയാണ് വീട്? കൽപ്പറ്റ. ഗുഡ് മോർണിംഗ്. കൽപ്പറ്റ തന്നെയാണോ? ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? ഓട്ടമൊക്കെ എങ്ങനെയുണ്ട്? ഓട്ടം കുഴപ്പമൊന്നുമില്ല. ചൂട് കൂടുതലല്ലേ പൊതുവേ? അതെ, ചൂട് കൂടുതലാണ്. ചൂടിന് മാനേജ് ചെയ്യും. രാവിലെ എത്ര മണിക്ക് ഇറങ്ങും? എത്ര മണിക്ക് കയറും? വണ്ടിയിൽ ഇരിക്കാൻ വയ്യ, പുറത്തിറങ്ങിയാലും ചൂട്. വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കുന്നു. ഓക്കെ, ചൂടേ ഉള്ളൂ പ്രശ്നം അല്ലേ? ചൂടുണ്ട്. പിന്നെ നമ്മളെ മേഖലയും പ്രശ്നമാണ്. ഓട്ടം കുറവാണ്. ഓട്ടോയില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ചാർജ് 30 റുപ്യ മാത്രം. അതാരും കൂട്ടുന്നില്ല, കുറക്കുന്നുമില്ല. ഇലക്ഷൻ വരും, അപ്പം വന്നിട്ട് വോട്ട് കഴിക്കും, ഓല് പോകും. ഏത് സർക്കാർ തുടരണോ? ഈ സർക്കാർ തുടരണോ? പുതിയ സർക്കാർ വരണോ? നമുക്ക് പ്രശ്നമില്ല. നമ്മളെ മേഖലയിൽ ഒന്ന് കൈവച്ചാൽ മതി. ഏത് സർക്കാർ വരണം? ഏത് സർക്കാർ വന്നാലും ഞങ്ങളെ അവസ്ഥ തന്നെയാണ്. ഇവര് ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഇവരെ കാര്യം മാത്രം നോക്കാൻ. LDF വേണോ UDF വേണോ ഈ തെരഞ്ഞെടുപ്പ്? ഇപ്പോഴത്തെ കണ്ടീഷൻ റെന്റ് നോക്കുമ്പോൾ UDFനാണ് മുൻതൂക്കം. കൽപ്പറ്റ മണ്ഡലത്തിൽ സിദ്ദീഖിനാണ് വിജയ സാധ്യത. നമ്മൾ രാഷ്ട്രീയം നോക്കാണ്ടാണെങ്കിൽ സിദ്ദീഖാണ് നല്ല കാഴ്ചവെച്ച്. സർക്കാർ വരണം. ആര് വരണം എന്നാണ്? അതിപ്പോ ആര് വന്നാലും നമ്മളെ ഓട്ടോ തൊഴിലാളികളെ ഇതിൽ ഒന്ന് കൈവെക്കുക. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു മേഖലയിലും എല്ലാ ഇതിലും ഒരിപ്പോ ഗ്യാസിന് ടൈറ്റ് വന്നപ്പോൾ 12 റുപ്യ ചായ, 12 റുപ്യ കടി തട്ടുകടയിൽ. നമ്മളെ ഈ 30 റുപ്യ മേൽ ഒരു 1.5 കിലോമീറ്റർ കറക്റ്റ് ആയാലും മീറ്റർ ഇട്ടാലും 1.500 ഓടിയാലും 30 റുപ്യ തരുള്ളൂ. 31.50 ചാടിയാലും ഈ 30 റുപ്യനെ തരുള്ളൂ. നമ്മളെ ഈ മേഖലയിൽ ചാർജ് കൂടുന്നില്ല. ഇതെല്ലാം വലിയ വർദ്ധിക്കാന്നല്ലാതെ ഞങ്ങളെ ചാർജിന് ഒരു മാറ്റം വരും. ഇതൊക്കെ തന്നെ കാര്യങ്ങള്. ഈ സർക്കാർ തുടരണോ? പുതിയ സർക്കാർ വരണോ? ആര് വന്നാലും ഇവര് പറഞ്ഞ പോലെ നമ്മളെ കാര്യങ്ങളൊക്കെ. എന്താ അഭിപ്രായം? സർക്കാർ തുടരണോ? മാറണ്ട. എന്തുകൊണ്ട് മാറണ്ട? അത് മതി, അതാണ് ഭരണം നല്ലത്. മറ്റോലെ എപ്പോ അടിയും പിടിയാണ് തന്നെ. അങ്ങനെ അഭിപ്രായം ഉണ്ടോ? അതിന് അടികൂടി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് പോലെ എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടുത്തെ അഭിപ്രായം എന്താ? ആര് വരണം? സർക്കാർ തുടരണോ? സർക്കാർ മാറണം? ആര് വെച്ചാലും ഞങ്ങൾക്ക് നേട്ടം വരുന്ന വരണം. ആര് വെച്ചാലും അവര് കൊണ്ടുവരണം. അത്ര നമുക്ക് പറയാനുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് പൊതുവെ ആളുകളുടെ വിലയിരുത്തൽ. കൽപ്പറ്റ മണ്ഡലത്തിന്റെ പ്രാധാന്യം പ്രേക്ഷകരെ ഉള്ളൂ. കഴിഞ്ഞ തവണ 5000 വോട്ടിനാണ് കൽപ്പറ്റയിൽ UDF സ്ഥാനാർത്ഥി ടി സിദ്ദീഖ് വിജയിക്കുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ച് അവരോട് ഒരു ആശങ്കയുണ്ട്. അവർക്ക് എത്രയായിട്ട് വർദ്ധിക്കുന്നത് ശരിക്കും ശരിയാണ് കേട്ടോ. കാര്യം ഈ ഗ്യാസിൻ്റെയൊക്കെ വില കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭക്ഷണ സാധനങ്ങളുടെ വില കൂടും. ഇവർ ഈ 30, 40, 50 രൂപയൊക്കെയാണല്ലോ ഒരു യാത്രയ്ക്ക് കിട്ടുക. അപ്പോൾ അവരുടെയൊക്കെ തുച്ഛമായ വരുമാനം 600 രൂപ, 700 രൂപയൊക്കെ വരുമാനം കിട്ടുന്നവരെ സംബന്ധിച്ച് ചെറിയ വർധന പോലും അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത് സംഭവം ശരിയാണ്. അപ്പോൾ LDF വേണോ UDF വേണോ എന്നുള്ളതാണ്. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നു.